കത്തിക്കടാ, കത്തിക്കേ, കത്തിക്കണം. ഒരു തീപ്പൊരിയല്ല, ഒരു സ്ഫോടനം നടന്നാൽ പോലും ഈ ഏരിയയിൽ ഒരു ചുക്കും സംഭവിക്കില്ല. നീയൊക്കെ വിദഗ്ധമായിട്ട് ആസൂത്രണം ചെയ്ത ആ പദ്ധതി 1 മണിക്കൂർ മുമ്പ് കേരള ഫയർഫോഴ്സ് പൊളിച്ചു. 101 ഡയൽ ചെയ്യുന്ന ഓരോ സാധാരണക്കാരനും ഒരു വിശ്വാസമുണ്ട്. ഈ അപകടം ആസൂത്രണം ചെയ്തവന്റെ മുന്നിൽ ഫയർഫോഴ്സിന്റെ മനോവീര്യം അടിയറ വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. രക്ഷിക്കാൻ മാത്രമല്ല, തിരിച്ചടിക്കാനും കഴിയുമെന്ന് അവൻ അറിയണം. തിരിച്ചടിക്കാന്ന് വെച്ചാൽ മാഡത്തിന് എന്റെ കൂടെ നിൽക്കാൻ കഴിയും. ഓഫ് ദ റെക്കോർഡ്സ്. എനിക്ക് 2 ആൾക്കാരെ വേണം. ഇത് പിള്ളകളിയല്ല. റീഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നീഡിൽ സർജറി പോലെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ വെച്ച് ഇത് റീഫിൽ ചെയ്യണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം? ലിസ്റ്റ് പറ. സാറിന് എത്ര പ്ലംബർമാർ വേണം? ഞാൻ തരാം. അത് മാത്രമല്ല, ഇത് റീഫിൽ ചെയ്യണമെങ്കിൽ വേറൊരു ടാങ്കർ വേണം. അതോർത്ത് നിങ്ങൾ വരടാവണ്ട. ടാങ്കേഴ്സ് ഞാൻ എത്തിച്ചോളാം. ഇനി നമുക്ക് വേണ്ടത് സമയമാണ്. 2 മണിക്കൂർ. ഈ ജയിലിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു 3 മണിക്കൂർ വരെയൊക്കെ നീട്ടാൻ നമ്മൾ വിചാരിച്ച സാധിക്കും. ആരും ബഹളം വെക്കരുത്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ജയിലിൽ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട്, ബിനോയ്. സെൽ നമ്പർ 2 412. ഞാൻ സാറിൻ്റെ ഒരു കത്ത് തരാം. എങ്ങനെയെങ്കിലും ആ കത്ത് അവൻ്റെ കയ്യിലൊന്ന് എത്തിച്ചാൽ മതി. ബാക്കി കാര്യം ഒന്ന് നോക്കിക്കോളൂ. തന്റെ പേരെന്താ? ബിനോയ്. സഖാവ് ഇക്ബാൽ തന്നതാ. ഈ അവസ്ഥയിൽ ജയിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പോകാൻ വഴി കണ്ടെത്തേ പറ്റൂ. വിജയ്, നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആയി. ജയിലിലെ മെയിൻ സെൽ ക്ലോസ് ചെയ്തു. ഇനി അവർ ശാന്തരാകുന്നത് വരെ ഷിഫ്റ്റിംഗ് നടക്കില്ല. 2 മണിക്കൂർ. We've got 2 hours time.